2022 Enminds start ചെയ്യുന്ന സമയത്ത് I'm sure there were only handful of consultants who were Germany experts. ഇപ്പോൾ if you look at today's scenario, every consultant call themselves a German expert. Okay, അപ്പോൾ ഇത് ആക്ച്വലി എഫക്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ്. സോ ദേ ഹാവ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹൂ ഈസ് സെല്ലിംഗ് ദം എ ഡ്രീം ആൻഡ് ഹൂ ഈസ് ആക്ച്വലി ഗിവിംഗ് ദം എ ജെന്യുവൻ കരിയർ പ്ലാൻ എന്നുള്ളത്. സോ ഹൗ ഡു ദ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദിസ്? ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇത്രയധികം ജർമ്മനിക്ക് ഒരു ഹൈപ്പ് വരുന്നു, ഇത്രയധികം ആൾക്കാർ ജർമ്മനി പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ലാർജർ പിക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ നിന്ന് ഉള്ള സ്റ്റുഡൻസിനെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒരു ഫേവറേറ്റ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിരുന്നു UK ആണെങ്കിലും കാനഡ ആണെങ്കിലും അയർലൻഡിലാണെങ്കിലൊക്കെ ആ ഒരു ചാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആൾക്കാർ അങ്ങനെ പോകുന്നില്ല. സോ ജർമ്മനിയിലേക്കാണ് ഡെഫിനറ്റായിട്ടും ഒരുപാട് ആൾക്കാർ ഇപ്പം നോക്കി തുടങ്ങുന്നത്. ഒരു സേഫ് ഡെസ്റ്റിനേഷനായിട്ട് പലരും നോക്കി തുടങ്ങുന്നുണ്ട്. സോ ട്രഡീഷണലി ഈ കൺട്രീസൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്ന പല കൺസൾട്ടൻസും ജർമ്മനീനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ്, ഞാൻ ആരും ചെയ്യുന്നത് നല്ലത് അല്ലെങ്കിൽ മോശം എന്നുള്ളത് ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിലല്ല ഇത് പറയുന്നത്. സ്റ്റുഡൻസിൻ്റെ കൺസേൺ ആണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആക്ച്വലി സ്റ്റുഡൻസ് വാട്ട് എക്സാക്ട്ലി ദേ ഷുഡ് ബി ലുക്കിംഗ് എന്നുള്ളൊരു ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാനിതിനെ കാണുന്നത്. ഓക്കെ, എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 95% ഓഫ് ദ കൺസൾട്ടൻസീസ്, ജർമ്മനി ഹാൻഡിൽ ചെയ്യുന്ന കൺസൾട്ടൻസീസിലും അവരൊരു മിഡിൽമെൻ്റെ റോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിഡിൽമെൻ എന്ന് പറയുന്ന സമയത്തേക്ക് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് നിന്ന് അവർ ഫയൽ വാങ്ങുന്നു, അവർ വേറെ ആർക്കെങ്കിലും ഇത് കൊടുക്കുന്നു. മേ ബി ചിലപ്പോൾ ജർമ്മനിയിൽ ഇരിക്കുന്ന ഒരു ടീമോ ആരെങ്കിലും ആയിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വരുന്ന സമയത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസും ഈ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കേണ്ട ആൾക്കാരാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി അവിടെ കട്ടാവുകയാണ്. അവിടെ ഒരു മിഡിൽമാൻ വരികയാണ്. ഈ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാർ കൊടുക്കുന്ന ഇൻഫർമേഷൻ മാത്രമേ ഈ കൺസൾട്ടൻറ്റ്, അതായത് മിഡിൽമെന്നായിട്ട് നിൽക്കുന്ന കൺസൾട്ടൻറ്റിന് സ്റ്റുഡൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് എപ്പോഴും ഇവർ തമ്മിലൊരു ഫ്രിക്ഷനാണ് ഉണ്ടാവാറുള്ളത്. റൈറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ആക്ച്വലി സ്റ്റുഡൻറ്റിന് വേണ്ടത് എന്താണ്, അതായത് ഏത് യൂണിവേഴ്സിറ്റി ആയിരിക്കണം, ഏത് കോഴ്സ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻറ്റ് കട്ട് ഓഫ് ആവുകയാണ്. യൂണിവേഴ്സിറ്റി പറഞ്ഞു തരാതെ ഒരു സ്റ്റുഡൻറ്റ് അവിടെ പോയിട്ട് എന്താ പഠിക്കാൻ പോകുന്നത്, ഓഫർ ലെറ്റർ കിട്ടിയിട്ട് മേ ബി ചിലപ്പോൾ എനിക്കിത് വേണ്ട കോഴ്സ് അല്ല എന്നാണ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു സിനാരിയോ. ഇതാണ് ആക്ച്വലി ഫസ്റ്റ് റെഡ് ഫ്ലാഗ് ഒരു സ്റ്റുഡൻറ്റ് നോക്കേണ്ടത്. അതായത് പ്രോസസ്സ് ട്രാൻസ്പാരൻ്റ് ആണോ. ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന് യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റിങ്ങിൽ എനിക്കൊരു സേ ഉണ്ടോ, ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിനെ പറ്റിയിട്ട് എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് തരുന്നുണ്ടോ, ഈ ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് ഇവർക്ക് നല്ല ഒരു ധാരണയുണ്ടോ, അതായത് ചെയ്യുന്ന ആൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടോ എന്നുള്ളത് സ്റ്റുഡൻറ്റ് നോക്കേണ്ടതുണ്ട് ഈ പ്രോസസ്സിനെ പറ്റിയിട്ട്. ഓക്കെ, ഈ പ്രോസസ്സിനെ പറ്റിയിട്ട് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടോ എന്നറിയാൻ സ്റ്റുഡൻറ്റ് ആദ്യം റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പം മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ ഫൈൻ, ഇവർ പറയുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട് ഒരു ധാരണ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഓരോ സ്റ്റേജിലും സ്റ്റുഡൻറ്റ് എത്രമാത്രം ഇൻവോൾവ് ആവേണ്ടതുണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട്. മേ ബി ഇപ്പം നമ്മളിങ്ങനെ നോക്കുകയാണ്, ഇപ്പം Enmindsലേക്ക് വരുന്നൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സ് അവരുടെ കൂടെ ഇരുന്നിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു 10-15 യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് സ്റ്റുഡൻറ്റിന് താല്പര്യപ്പെട്ട കിട്ടാൻ ചാൻസസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ഒരു 10-12 യൂണിവേഴ്സിറ്റിയിലേക്കായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. മേ ബി ചിലപ്പോൾ കുറച്ച് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ 20 ആപ്ലിക്കേഷൻ വരെ ചെയ്യുന്ന 20-25 ആപ്ലിക്കേഷൻ വരെ ചെയ്തിട്ടുള്ള സിനാരിയോസ് ഉണ്ട്. റൈറ്റ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവർക്ക് ഇത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട്, എങ്ങനെയെങ്കിലും കിട്ടണം എന്ന് വിചാരിക്കുമ്പോൾ ഏതെങ്കിലും കോഴ്സ് കിട്ടണം എന്നല്ല വിചാരിക്കുന്നത്. ഇവർക്ക് താല്പര്യമുള്ള, ഇവരെ കൊണ്ട് റിസർച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു കോഴ്സാണ് കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. സോ ഈ ഒരു ട്രാൻസ്പാരൻസി എല്ലായിടത്തും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. വൈ? ബിക്കോസ് അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ. പിന്നെ ഡോക്യുമെൻസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്തേക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷന് ഡെഫിനറ്റായിട്ടും ഒരു ഫോർമാറ്റുണ്ട്. അത് ടെക്നിക്കലി റിട്ടേൺ തന്നെയായിരിക്കണം. അതായത് വെറുതെ ഒരു ബ്ലാങ്ക് പേജിൽ ഈ കുട്ടി ഇവിടെ പഠിച്ചതാണ്, നല്ല സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയുന്നതല്ലാതെ ടെക്നിക്കലി റിട്ടേൺ ആയിട്ടുള്ള ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. പിന്നെ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ്റെ കേസിൽ വരുന്ന സമയത്തേക്ക് പല സ്റ്റുഡൻസിനും അറിയാതെ പോകുന്നൊരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ജർമ്മനി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡാഡിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ തന്നെയാണോ നമ്മൾ നമ്മുടെ കോഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റുഡൻറ്റിന് അറിയണം. സ്റ്റുഡൻറ്റിന് ഇതിലൊരു സേ വേണം. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എഴുതിയിട്ട് ആദ്യത്തെ ഒരു 1-2 ലെറ്റർ ഓഫ് മോട്ടിവേഷൻ നമ്മൾ സ്റ്റുഡൻറ്റിനെ കാണിക്കാറുണ്ട്. എല്ലാ മോട്ടിവേഷൻ കാണിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, പക്ഷേ അത് വെറുതെ ടൈം കൺസ്യൂമിംഗ് ആണ്. ആദ്യത്തെ ഒരു 1-2 ലെറ്റർ ഓഫ് മോട്ടിവേഷൻ സ്റ്റുഡൻറ്റിനെ കാണിച്ചിട്ട് അവർക്കത് ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ആ ഫോർമാറ്റിൽ തന്നെയായിരിക്കും ബാക്കിയുള്ളത് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവുക. Enminds അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു സേ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ആക്ച്വലി ഈ ഫൈനാൻഷ്യൽ കേസിൽ, അതായത് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി, പ്രോസസ്സ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡിങ് വരെ പാരൻസിനും സ്റ്റുഡൻസിനും ഒരു ഫൈനാൻഷ്യൽ ക്ലാരിറ്റി കൺസൾട്ടൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ബിക്കോസ് പല കേസിലും ഞാൻ കണ്ടിട്ടുണ്ട് സഡൻ സർപ്രൈസസ് വരുന്നത്. ആപ്ലിക്കേഷൻ ചെയ്തിട്ട് ഇന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും പറയുന്നുണ്ടാവുക ഇത്ര എമൗണ്ട് വേണം,
അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന സമയത്തേക്ക് ഇത്ര ആപ്ലിക്കേഷൻ യൂനി അസിസ്റ്റ് വഴി ചെയ്യാനുണ്ട്. ഇതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കേണ്ട കേസാണ്. അതായത് ഒരു കൺസൾട്ടൻറ്റിന് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേസിൽ 10 യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത്ര യൂണിവേഴ്സിറ്റി ഈ യൂനി അസിസ്റ്റ് വഴി ചെയ്യേണ്ടതുണ്ട്. അത് പാരൻറ്റും സ്റ്റുഡൻറ്റും അതിന് ഓക്കെ ആയിരിക്കും. എന്നുവെച്ചാൽ അവർക്ക് അത് ആദ്യം തന്നെ അവെയർ ആണല്ലോ, റൈറ്റ്. പിന്നെ ഒരു സിനാരിയോ എപ്പോഴും ഉണ്ടാവുന്നത് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ വിസയ്ക്ക് പോകുന്ന സമയത്തേക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിലാണ്. എന്താണെന്ന് വെച്ചാൽ ടൈം ലൈനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് അറിയുന്നുണ്ടാവില്ല, ഇതെങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. ലെറ്റർ ഓഫ് മോട്ടിവേഷനൊക്കെ ചിലപ്പോൾ തലേന്നൊക്കെ കൊണ്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റുഡൻറ്റിന് ഇതൊന്ന് വായിച്ച് കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ അതിനൊന്നും ഓപ്ഷൻ കൊടുക്കാത്ത പല അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള പല ആൾക്കാരെയും എനിക്കറിയാം. സോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് ഈ പറയുന്ന റെഡ് ഫ്ലാഗ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ട്രാൻസ്പാരൻസി കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഓൺ ബിഹാഫ് ഓഫ് യു ആണല്ലോ, ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റുഡൻ്റ് ആണല്ലോ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. സോ സ്റ്റുഡൻറ്റിന് ആ ഒരു ട്രാൻസ്പാരൻസി കൊടുക്കുന്നുണ്ടോ, സ്റ്റുഡൻറ്റിന് ഈ പ്രോസസ്സിനെ പറ്റിയിട്ട് അവെയർ ആണോ, അവർക്ക് ഈ ഒരു സേ ഉണ്ടോ, ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന് വേണ്ട ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടോ എന്നുള്ളത് സ്റ്റുഡൻറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതർവൈസ് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ചിലപ്പം നമുക്ക് അർഹതപ്പെട്ടിട്ട് കിട്ടേണ്ട അഡ്മിഷൻ കിട്ടാതെ പോകുന്ന സിനാരിയോസ് വരാറുണ്ട്. പല കേസസിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് തള്ളി വിടേണ്ടി വന്ന സ്റ്റുഡൻറ്റിന് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന 1-2 സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ CGPA എബോവ് 9 ആണ്. ആ സ്റ്റുഡൻറ്റ് ഏതോ ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞ് പബ്ലിക് യൂണിവേഴ്സിറ്റി ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജർമ്മനി പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് മാസ്റ്റേഴ്സ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ പ്രോസസ്സ് ചെയ്യാമെന്ന പല ആൾക്കാരും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ഹിയർ ആക്ച്വലി സ്റ്റുഡൻറ്റ് ഹാസ് ടു ബി ലൈക്ക് വെരി കെയർഫുൾ വൈൽ if you are approaching some consultancy, you have to be like very careful. ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവ് എന്നുള്ളത് ഇത് ആക്ച്വലി പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട് ബാക്കിയുള്ള കൺട്രീസ് പോലെ അല്ലല്ലോ. അതായത് ഇപ്പോൾ UK ഓർ കാനഡ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. ഇത് യൂണിവേഴ്സിറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ലല്ലോ. ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഒരു കൺസൾട്ടൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് ഒറ്റയ്ക്ക് ചെയ്യേണ്ട പ്രോസസ്സ് ഒരു കൺസൾട്ടൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ കൺസൾട്ടൻറ്റിന് ഇതിനെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് സ്റ്റുഡൻറ്റിൻ്റെ ചുമതലയാണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് പ്രൈസ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോകാതിരിക്കുക. നല്ല ധാരണയുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിയിട്ട് മാത്രം ഇത് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ ഓൺ ദിസ്.